സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആവേശമായി കളരിപ്പയറ്റ് മത്സരം. ആദ്യമായാണ് കളരിപ്പയറ്റ് മേളയുടെ ഭാഗമാകുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്താത്തത് വലിയ വിവാദമായിരുന്നു. കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന നിരവധി മെഡലുകളാണ് ഇതിലൂടെ നഷ്ടമായത്. അന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു അടുത്ത കായികമേളയിലും കളരിപ്പയറ്റ് മത്സര ഇനമായി ഉണ്ടാകുമെന്ന്. സംസ്ഥാന കളരിപ്പയറ്റ് മത്സരത്തിൽ, സ്കൂൾ കളരിപ്പയറ്റ് മത്സരത്തിൽ മെയ്പ്പയറ്റ്, ചുവട്, നെടുവടിപ്പയറ്റ് എന്നീ 3 ഇനങ്ങളിലായിട്ടാണ്. മെയ്പ്പയറ്റ്, ചുവട് ഇൻഡിവിജ്വൽ ഇവൻറ്റും വടിപ്പയറ്റ് ടീം ഇവൻറ്റുമായിട്ടാണ് ഗവൺമെൻറ് കൺസിഡർ ചെയ്തത്. ഇതൊരു പുതിയ തുടക്കമാണ് കളരിപ്പയറ്റിൻ്റെ. കളരിപ്പയറ്റ് ജനകീയമാവുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ സ്കൂൾ കലോത്സവത്തിൽ അല്ലെങ്കിൽ സ്കൂൾ കായികമേളയിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തിയത്. കളരിപ്പയറ്റ് എന്നുള്ള ഒരു ആയോധന കല നമ്മുടെ വേൾഡ് തലത്തിൽ സ്പോർട്സ് ഐറ്റംസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വിദ്യാർത്ഥികളും ഒരുപാട് മേലോട്ടുള്ള വഴി തെളിയിക്കുന്ന ഒരു ഇതാണ് കേരളത്തിൽ ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ആവേശ പോരാട്ടങ്ങളാണ് അരങ്ങിൽ. ഇത്തവണ 3 ഇനങ്ങളിൽ മാത്രമാണ് മത്സരം. അടുത്ത കായികമേള എത്തുമ്പോൾ ആയുധപ്പയറ്റ് അടക്കം വേണമെന്നാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഒപ്പം തന്നെ ഗുരുക്കന്മാരിൽ നിന്നും അടക്കം ഉയരുന്ന ആവശ്യം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.